ഹലോ എവ്രി വൺ. നമ്മുടെ സി സി എൽ കോഴ്സ് എടുത്ത ആൾക്കാരായാലും അതല്ല സി സി എൽ ഒറ്റയ്ക്ക് പഠിക്കുന്ന ആൾക്കാരായാലും രണ്ട് കൂട്ടർക്കും ഒരുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ഓഡിയോ കേട്ട് നോക്കി ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളത്. അതായത് സെൽഫ് ഇവാലുവേഷൻ ഇസ് ദ കീ. ഒരുപാട് പേര് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റെന്ന് പറഞ്ഞാൽ ഡ്രൈവിങ്ങിൻ്റെ സമയത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് റാൻഡംലി ഓഡിയോ കേട്ട് മനസ്സിലൊക്കെ ഒന്ന് പറഞ്ഞു നോക്കി ഐ എം റെഡി എന്ന് വിചാരിക്കുന്നതാണ്. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. നിങ്ങൾ ചെയ്യുന്ന ഓരോ ഡയലോഗിൻ്റെ പ്രാക്ടീസ് പോലും റെക്കോർഡ് ചെയ്യുക, കേൾക്കുക, സ്വന്തമായി ഇവാലുവേറ്റ് ചെയ്യുക. കാരണം എന്താ, സി സി എൽ എ ഐ ഇവാലുവേഷൻ അല്ല, ഹ്യൂമൻ ഇവാലുവേറ്റ്, മനുഷ്യർ തന്നെയാണ് ഇത് ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വരുന്ന സ്കോർ എത്രയാണെന്ന് ഓരോ സ്റ്റേജിലും കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെ റെക്കോർഡ് ചെയ്യാമെന്നുള്ളതും പിന്നെ അതുകൂടാതെ ഒരു ബേസിക് ആയിട്ടൊരു ടെംപ്ലേറ്റ് എങ്ങനെ സി സി എല്ലിന് നമുക്ക് തന്നെ ഒന്ന് സ്കോർ ചെയ്യാവുന്നൊരു ടെംപ്ലേറ്റ്. ബട്ട് ബിഫോർ യു മൂവ് ഇൻ ടു ദ വീഡിയോ, സി സി എല്ലിൻ്റെ നാറ്റിയുടെ ഒഫീഷ്യൽ പേജാണത്. ഇതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, കാൻഡിഡേറ്റ്സ് ഷുഡ് ബി അവെയർ ദറ്റ് ഓർഗനൈസേഷൻസ് ഓഫറിംഗ് ട്രെയിനിങ് ഡു നോട്ട് ഹാവ് യുണീക്ക് ഇൻഫർമേഷൻ അബൌട്ട് ദ ടെസ്റ്റ്. അതായത് ഈ വീഡിയോ ആണെങ്കിലും അതല്ല സി സി എല്ലിൽ എന്തൊരു സ്കോറിംഗ് ക്ലെയിം ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും അവർക്ക് അത് അവരുടെ ഒരു എക്സ്പീരിയൻസിനും സ്റ്റുഡൻസിന് കിട്ടുന്ന മാർക്കെന്നും മാത്രമാണ് പറയുന്നത്. അതല്ലാതെ സി സി എൽ നാറ്റി ടിൽ ഡേറ്റ് ഒരിക്കൽ പോലും സി സി എല്ലിൻ്റെ വാല്യുവേഷൻ പാറ്റേൺ എന്താണെന്നോ അതിൻ്റെ രീതി എന്താണെന്നോ റിലീസ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ദിസ് ഇസ് ജസ്റ്റ് ഫോർ യുവർ പ്രാക്ടീസ്. നിങ്ങളുടെ ബേസിക് അറിവിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ പ്രാക്ടീസിന് വേണ്ടിയിട്ട് മാത്രമുള്ളൊരു ടെംപ്ലേറ്റ് ആണ് എന്ന ഡിസ്ക്ലെയിമറോട് കൂടി നമുക്ക് മുന്നോട്ട് പോവാം. അപ്പോൾ ആദ്യത്തേതാണ് റെക്കോർഡിംഗ് പാർട്ട്. റെക്കോർഡിംഗ് പാർട്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ഇപ്പോൾ വെബ്സൈറ്റ് ഓൾറെഡി സൈനപ്പ് ചെയ്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഒരു ഡിവൈസ് നിങ്ങളുടെ ഓഡിയോ പ്ലേ ചെയ്യാനും മറ്റൊരു ഡിവൈസ് നിങ്ങളുടെ ഓഡിയോ റെക്കോർഡ് ചെയ്യാനായിട്ട് കീപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന പോലെ ഒരെണ്ണം ലാപ്ടോപ്പിൽ നിങ്ങൾക്ക് ഓഡിയോ പ്ലേ ചെയ്യാൻ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഫോണിൽ വാട്സാപ്പിൽ വേണമെങ്കിൽ ഒരു സെപ്പറേറ്റ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യും. അതിനകത്തേക്ക് ഒരു ഓഡിയോ റെക്കോർഡ് ചെയ്തിട്ട്, അതായത് വോയിസ് നോട്ട് റെക്കോർഡ് ചെയ്തിട്ട് അയക്കുന്നതായിരിക്കും ഏറ്റവും എഫിഷ്യൻറ്റ്. കാരണം പിന്നീട് ഒരിക്കലും എടുത്ത് നോക്കണമെങ്കിൽ അത് ഉപകാരമാവും. അപ്പോൾ ബേസിക്കായിട്ട് എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഡിയോ കേട്ട് നോക്കാം. Regarding starting a pet shop in Australia. The dialogue begins now. ശുഭദിനം. എൻ്റെ പേര് രാജേഷ്. ഇവിടെ വളർത്തുമൃഗങ്ങളുടെ ഒരു കട തുടങ്ങാൻ ഞാൻ ആലോചിക്കുകയാണ്. ബീപ്പ് വന്നു. നിങ്ങളുടെ ഓഡിയോ പോസ് ചെയ്യുക. ഗുഡ് ഡേ, മൈ നെയിം ഇസ് രാജേഷ്. ഐ എം പ്ലാനിങ് ടു സ്റ്റാർട്ട് എ പെറ്റ് ഷോപ്പ് ഹിയർ. നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിനകത്തോ അതല്ലെങ്കിൽ നിങ്ങൾ എന്തിനകത്താണോ റെക്കോർഡ് ചെയ്യുന്നത്, നിങ്ങളുടെ വോയിസ് റെക്കോർഡറിനകത്തോ ആ ഒരു ഭാഗം നിങ്ങളങ്ങ് റെക്കോർഡ് ചെയ്ത് കീപ്പ് ചെയ്യുക. അടുത്ത സെഗ്മെൻറ്റ് പ്ലേ ചെയ്യുക, അടുത്തത് റെക്കോർഡ് ചെയ്യുക. ഇങ്ങനൊരു എൻഡ് ടു എൻഡ് ആയിട്ടൊരു മൊത്തം ഡയലോഗിൻ്റെ സെഗ്മെൻറ്റ് തിരിച്ചിട്ടുള്ളതുണ്ടായാൽ അത്രയും നല്ലത്. അതല്ലെങ്കിൽ ഒരു സിംഗിൾ ഓഡിയോ ക്ലിപ്പായിട്ട് നിങ്ങളുടെ കയ്യിലുണ്ടാവണം. ഇതാണ് നിങ്ങളുടെ റെക്കോർഡിംഗ് ഫേസ് എന്ന് പറയുന്നത്. അടുത്തത് എൻഡ് ടു എൻഡ് ഡയലോഗ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ട്, അതായത് ഓരോ സെഗ്മെൻറ്റായിട്ട് ഇവാലുവേറ്റ് ചെയ്യാത്ത മൊത്തം ഡയലോഗ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത ഫേസാണ് ഇവാലുവേഷൻ ഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സൽ കംഫർട്ടബിൾ ആയിട്ടുള്ളവർക്ക് അതുകൊണ്ട് ഇനി അതിൽ പെൻ ആൻഡ് പേപ്പർ, സാധാരണ പെനും പേപ്പറിനകത്ത് നമുക്ക് എങ്ങനെ സ്കോർ നോക്കാം എന്ന കാര്യത്തോടെ നോക്കാം. അപ്പോൾ എക്സൽ കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഞാൻ ഒരു മോക്ക് ഇവാലുവേഷൻ ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ടോട്ടലി ബിഗിനർ ആണെങ്കിൽ, അതായത് ഇപ്പോൾ പ്രാക്ടീസ് തുടങ്ങുന്നേ ഉള്ളെങ്കിൽ നമ്മുടെ ഓൺലൈൻ കോഴ്സിൽ ആദ്യത്തെ ഒരു 10 ഡയലോഗൊക്കെ എത്തുന്ന ആൾക്കാരാണെങ്കിൽ ആകെ ചെയ്യേണ്ടത് ഒരു ഡയലോഗ് പ്ലേ ചെയ്യുക, അത് കേൾക്കുക, അതിനകത്ത് എത്ര പോസസ് അല്ലെങ്കിൽ കറക്ഷൻ ഉപയോഗിച്ചു, എത്ര ഒമിഷൻ ഉപയോഗിച്ചു എന്നതിൻ്റെ കൗണ്ട് മാത്രം എഴുതുക. ഓക്കെ, വെറും കൗണ്ട് മാത്രം ഉപയോഗിക്കുക. എന്നിട്ട് ഈ കൗണ്ട് വരുമ്പോൾ നിങ്ങൾക്ക് ടോട്ടൽ നമ്പർ ഓഫ് മിസ്റ്റേക്സ് ഓട്ടോമാറ്റിക്കലി ഇതിനകത്ത് ഫില്ലാവും. അപ്പോൾ അതുപോലെ എല്ലാ സെഗ്മെൻറ്റിനും എത്രത്തോളം തെറ്റുകളുടെ എണ്ണം മാത്രം നോക്കുക. വേറെ ഒരു തരത്തിലുള്ള കാര്യം നോക്കണ്ട, എണ്ണം മാത്രം നോക്കുക. ആ എണ്ണം വെച്ചിട്ട് എത്ര മിസ്റ്റേക്ക് വരുത്തി, എന്നിട്ട് ഈ ടോട്ടൽ നമ്പർ ഉണ്ടല്ലോ, ടോട്ടൽ നമ്പർ ഓഫ് മിസ്റ്റേക്സ്, അത് കുറച്ചുകൊണ്ട് വരാനായിട്ട് ശ്രദ്ധിക്കുക ആദ്യത്തെ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ. അതുകൂടാതെ ആവശ്യമെങ്കിൽ സെൽഫ് റിഫ്ലക്ഷനും എഴുതാതെ എനിക്ക് എവിടെയാണ് തെറ്റ് പറ്റിയത്, ഇനി അത് വരുത്താതിരിക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഇത് എക്സൽ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക്. ഇനിയിപ്പോൾ അതല്ലാത്തവർക്കായിട്ട് ഒരു സിമ്പിൾ PDF, അതിൽ നിങ്ങൾ സാധാരണ നോട്ട്ബുക്കിനകത്ത് ഇത് മാർക്ക് ചെയ്താലും മതി. ഓരോ സെഗ്മെൻറ്റിനകത്ത് ഇപ്പോൾ ഞാൻ ആദ്യത്തെ നമസ്കാരം, എൻ്റെ പേര് രാജേഷ്, ബാക്കി കിട്ടുന്നില്ല, സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ എനിക്ക് എന്താ ഒരു വലിയൊരു ഒമിഷൻ വന്നു. അപ്പോൾ എൻ്റെ നമ്പർ ഓഫ് ഒമിഷൻ 1 ആണല്ലോ. ഇനിയിപ്പോൾ നമസ്കാരം, എൻ്റെ പേര് രാജേഷ്, എനിക്കൊരു നായ്ക്കുട്ടിയുണ്ട്, അതുപോലെയുള്ള നായ്ക്കളെ വിൽക്കുവാനായുള്ള കട തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. ദാറ്റ് ഇസ് എൻ എഡിഷൻ. അപ്പോൾ എൻ്റെ എഡിഷൻ്റെ എണ്ണം 3. അപ്പോൾ തുടക്കക്കാർ വേറെ ഒന്നും ചിന്തിക്കേണ്ട, മൈനർ മേജർ ഒന്നും ചിന്തിക്കാതെ ഇങ്ങനെ എണ്ണം മാത്രം എഴുതി എത്ര നമ്പർ ഓഫ് മിസ്റ്റേക്സ് ഓരോ സെഗ്മെൻറ്റിലും ഉണ്ടെന്ന് നോക്കുക, അതിൻ്റെ കൗണ്ട് നോക്കുക, ആ കൗണ്ട് കുറച്ചുകൊണ്ട് വരിക. ആദ്യത്തെ ഒരു 15 ഡയലോഗ് പ്രാക്ടീസ് ചെയ്യുന്നവർ. ഓക്കെ, ഇത് കുറച്ച് കൊണ്ട് വന്നതിന് ശേഷം നമുക്ക് അഡ്വാൻസ്ഡിലേക്ക് പോവാം. അഡ്വാൻസ്ഡിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് CCLൻ്റെ വാല്യൂഷൻ സ്കീം ഓർമ്മയുണ്ടല്ലോ, നമ്മുടെ ഓറിയൻറ്റേഷൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്.
അതുപോലെ ഇപ്പോൾ ഇതാണ് A to Q വരെയുള്ള ഒരുപാട് കോഡ്. ഇതിനൊന്ന് വാല്യുവേഷൻ്റെ ഒരു എളുപ്പത്തിന് വേണ്ടി ഒന്നുകൂടെ മോഡിഫൈ ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഒമിഷൻ എന്നുള്ളത് മേജർ മൈനർ, എല്ലാത്തിനും ഒരു മേജറും മൈനറും കൊടുത്തിട്ടുണ്ട്. ഈ മേജറും മൈനറും കൊടുത്തത് കൂടാതെ ഓരോ വരാൻ സാധ്യതയുള്ള തെറ്റുകൾക്കും എത്രത്തോളം സ്കോർ കുറയ്ക്കാം എന്ന കാര്യം കൂടി ഈ PDF-നകത്തുണ്ട്. ദിസ് PDF നിങ്ങൾക്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനകത്ത് നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ വരുത്തുന്ന ഒരു മേജർ ഒമിഷൻ ആണെങ്കിൽ അത് നിങ്ങൾ ഓരോ സെഗ്മെൻറ്റ് കേൾക്കുക. ആ കേട്ടതിനകത്ത് മേജർ ഒമിഷൻ ആണെങ്കിൽ 2 മാർക്ക്, മേജർ ഡിസ്റ്റോർഷൻ ആണെങ്കിൽ 2 മാർക്ക്. അതേസമയം മൈനർ ആണെങ്കിൽ മൈനറും മേജർ ഒരുപാട് നിങ്ങൾ ചിന്തിക്കേണ്ട. അതായത് ചെറിയൊരു തെറ്റാണെങ്കിൽ മൈനർ, കുറച്ചും വലിയൊരു സെഗ്മെൻറ്റിൻ്റെ വലിയൊരു കൺസിഡറബിൾ പോർഷൻ നിങ്ങൾ തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ മേജർ. പിന്നെ ഇതിന് നിങ്ങൾക്ക് സംശയം വരാൻ സാധ്യതയുള്ളത് ഇൻഅപ്രോപ്രിയേറ്റ് ചോയ്സ് ഓഫ് രജിസ്റ്റർ, അതായത് ഫൊർമാലിറ്റി ടോൺ മാറുന്നതാണ്. അതായത് ഇപ്പം താങ്കൾ എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങൾ നീ എന്ന് പറയുകയാണെങ്കിൽ അതൊരു ഫൊർമാലിറ്റി തെറ്റിയ ഒരു ഭാഗമാണ്. അപ്പോൾ അത് രജിസ്റ്ററിൻ്റെ ഭാഗത്ത് പെനാൽറ്റി കൊടുക്കുക. ഇനിയിപ്പോൾ അതല്ല, നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു വൊക്കാബുലറി ഇംഗ്ലീഷിൽ പറയാതെ മലയാളത്തിൽ പറയാതെ ഇംഗ്ലീഷിൽ തന്നെ പറഞ്ഞെങ്കിൽ അതും ഈ ഇൻഅപ്രോപ്രിയേറ്റ് ചോയ്സ് ഓഫ് രജിസ്റ്റർ എന്ന അണ്ടറിൽ ഒരു 0.5 പെനാൽറ്റി കൊടുക്കുക. ഓക്കെ, ഇത് നിങ്ങൾ തന്നെ ഓരോ സെഗ്മെൻറ്റ് കേട്ടിട്ട് നിങ്ങൾ തന്നെ പെനാൽറ്റി കൂട്ടി വരിക. അവസാനം നിങ്ങൾക്ക് ഒരു 10-15 മാർക്ക് പോയെങ്കിൽ അതിനെ 45 കിഴിക്കുക. അപ്പോൾ 45 നിങ്ങൾക്ക് ഒരു ഡയലോഗിന് എത്ര മാർക്ക് കിട്ടി എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇതേ കാര്യം എക്സലിലാണെങ്കിൽ ഇതാണ് നിങ്ങളുടെ ഇവാലുവേഷൻ ഷീറ്റ്. ഇതെല്ലാം ഫോർമുല ഓൾറെഡി പ്രീഫിൽഡ് ആണ്. അപ്പോൾ സെഗ്മെൻറ്റ് 1 എടുക്കുക. നിങ്ങൾ ആദ്യം കേട്ടപ്പോൾ നിങ്ങൾ എപ്പോഴും എങ്ങനെയാണെന്നറിയോ, ഏതൊരു സെഗ്മെൻറ്റും നിങ്ങൾ 3 ലെൻസ് വെച്ചിട്ട് നോക്കണം. അതായത് ഒരു സെഗ്മെൻറ്റ് നിങ്ങൾ റെക്കോർഡ് ചെയ്തല്ലോ വാട്സാപ്പിനകത്ത്, അത് കേട്ട് നോക്കുക. ആദ്യം തന്നെ ആക്യുറസിയുടെ അണ്ടറിൽ നോക്കുക. അതായത് മൈനർ ഡിസ്റ്റോർഷൻ ആണെങ്കിൽ മൈനർ ഡിസ്റ്റോർഷൻ കൊടുക്കുക, പെനാൽറ്റി 1 വാങ്ങും. അത് ആക്യുറസിൻ്റെ അണ്ടറിൽ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞ് പിന്നീടും ആ ഓഡിയോ ഒരിക്കൽ കൂടെ കേൾക്കുന്നതായിട്ട് മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുക. എന്നിട്ട് ക്വാളിറ്റി ഓഫ് ലാംഗ്വേജിൻ്റെ അണ്ടറിൽ നോക്കുക. അതായത് ഇപ്പം പ്രൊനൗൺസിയേഷൻ ശരിയായില്ല, അതല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതിൻ്റെ സ്ട്രക്ചർ തെറ്റിയെങ്കിൽ മേജറായിട്ടൊരു തെറ്റ്, ഒത്തിരി ഞങ്ങൾ മലയാളം പറഞ്ഞ സ്ട്രക്ചറെ തെറ്റിപ്പോയെങ്കിൽ മേജർ കൊടുക്കുക. അപ്പോൾ ക്വാളിറ്റി ഓഫ് ലാംഗ്വേജ് കഴിഞ്ഞ് അടുത്തതായിട്ട് ഡെലിവറിയുടെ ലെൻസിൽ കൂടി ഒന്ന് നോക്കുക. അതായത് ഇതൊക്കെ ശരിയായി, പക്ഷേ നിങ്ങൾ ഡെലിവർ ചെയ്ത രീതി ഭംഗിയായിട്ടുണ്ടോ, ആ ഭാഷയുടെ ഒരു ഭംഗി കൃത്യമായിട്ട് വന്നിട്ടുണ്ടോ. അതിൻ്റെ അണ്ടറിൽ വരുന്ന 3 പെനാൽറ്റി ചെയ്താൽ പോസസ്, ഹെസിറ്റേഷൻ, സെൽഫ് കറക്ഷൻ. അതായത് പോസ് എന്ന് വെച്ചാൽ ഒരു സെൻറ്റൻസ് പറയും, ഒരു ലോങ് പോസ് വന്ന് നിങ്ങൾ ചിന്തിക്കുകയാണ്, അപ്പോൾ ഒരു സൈലൻറ്റ് നോട്ട് ഇങ്ങനെ മൊത്തത്തിൽ വരികയാണ്. അതല്ലെങ്കിൽ ഹെസിറ്റേഷൻ എന്ന് വെച്ചാൽ നമ്മൾക്ക് ഫില്ലർ വരിക, എന്താ പറയേണ്ടതെന്ന് ഓർത്ത് നമ്മൾ നിന്ന് പോവുക. ഇതുപോലത്തെ കേസാണ് ഹെസിറ്റേഷൻ. സെൽഫ് കറക്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് പറയാ തിരുത്തുക. അതായത് നമ്മുടെ ഡെലിവറിയുടെ ഭംഗി നഷ്ടപ്പെടുത്തുന്ന എന്തെങ്കിലും കാര്യം നിങ്ങൾക്കുണ്ടായോ, അതുണ്ടെങ്കിൽ ഇതിൻ്റെ അണ്ടറിലൂടെ ഒരു പെനാൽറ്റി കൊടുക്കുക. അങ്ങനെ ഇത് മൊത്തം എല്ലാ സെഗ്മെൻറ്റിലും ഇതേപോലെ അതായത് ഇപ്പോൾ ഒരു സെഗ്മെൻറ്റിനകത്ത് ഡിസ്റ്റോർഷൻ സംഭവിക്കാം, ഒമിഷൻ സംഭവിക്കാം. അപ്പോൾ ഒരു സെഗ്മെൻറ്റിനകത്ത് തന്നെ എത്രത്തോളം തെറ്റ് വരുന്നു അത് മൊത്തം മാർക്ക് ചെയ്യുക, സ്കോർ ഓട്ടോമാറ്റിക്കലി വരും. ഓക്കെ, സെഗ്മെൻറ്റ് 2ലും സെഗ്മെൻറ്റ് 3ലും എല്ലാത്തിലും നോക്കുക. ഏറ്റവും പ്രധാനം എന്താ, 3 ലെൻസിൽ കൂടിയും നിങ്ങൾ വീക്ഷിക്കണം. നിങ്ങൾ നോക്കുമ്പോൾ 3 ലെൻസിലൂടെയും, ലെൻസ് എന്ന് വെച്ചാൽ ഈ 3 ക്രൈറ്റീരിയയിലൂടെയും നിങ്ങളെ തന്നെ സ്വയം എവാലുവേറ്റ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഓവറോൾ സ്കോർ ഇവിടെ കാണാൻ പറ്റും, ഔട്ട് ഓഫ് 45 എത്രയാണ്. ഓക്കെ, ഒരെണ്ണം കഴിഞ്ഞ് ഈ ഷീറ്റിൻ്റെ ഒരു കോപ്പി എടുത്ത് അടുത്ത ഡയലോഗിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്യുക, അടുത്തത് തുടങ്ങുക. അങ്ങനെ ഓരോന്നിൻ്റെയും സ്കോറിൻ്റെ ഒരു റെപ്പോസിറ്ററി നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കട്ടെ. ഓക്കെ, അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ഇങ്ങനെ സ്കോർ ചെയ്യുന്ന സമയത്ത് വിൽ ബി വെരി ഹാർഷ് ഓൺ ഓർസെൽഫ് കേട്ടോ. അതായത് ഇത്രയൊന്നും സ്കോർ ചെയ്ത് പക്ഷേ ആക്ച്വൽ എക്സാമിൽ പോയി എന്ന് വരും. കാരണം ഓരോന്നിനും നമ്മൾ 2 മാർക്ക് 1 മാർക്ക് വെച്ചിട്ട് കുറയ്ക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ ഡയലോഗിനകത്ത് 45, ചിലപ്പോൾ നിങ്ങൾക്ക് വെറും 15 20 കിട്ടുള്ളൂ. ബട്ട് ദാറ്റ്സ് ഓക്കെ. ഓക്കെ, നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് വാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സാമിന് നമുക്ക് ലൈക്ക് വേ ബെറ്റർ നമുക്ക് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം മാത്രം മനസ്സിലാക്കി ഓർക്ക് ഓൾവേസ് 2 ഡിവൈസ് വെച്ച് റെക്കോർഡ് ചെയ്യുക. ഏതൊരു തവണ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇൻ്റർപ്രിട്ടേഷൻ കേട്ട് നോക്കി സ്കോർ എത്രയാണ്, 45 സ്കോർ എത്രയാണ് വരുന്നത് നോക്കുക. എന്നിട്ട് മാത്രം അടുത്തതിലേക്ക് പോവുക. പെൻ ആൻഡ് പേപ്പർ കംഫർട്ടബിൾ ആയിട്ടുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് PDF ഡൗൺലോഡ് ചെയ്യുക. വേണമെങ്കിൽ പ്രിൻ്റ് എടുക്കുക, അതല്ലെങ്കിൽ അത് റെപ്ലിക്കേറ്റ് ചെയ്യുക, സാധാ പോലെ എഴുതുക. എക്സൽ കംഫർട്ടബിൾ ആയവരാണെങ്കിൽ ജസ്റ്റ് ഗോ blindly follow this template and do practice very well. So thank you so much.